ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. കൃഷ്ണ ശ്രീമദ് ഭാഗവതം 10-ാം സ്കന്ധം പരമശ്രേയസ അധ്യായം 16. കൃഷ്ണൻ കാളിയനെ ശിക്ഷിക്കുന്നു. ശ്ലോകം 9 മുതൽ 16 വരെ. ശ്ലോകം 9. തം പ്രേക്ഷണീയ സുകുമാര ഘനാവതാതം ശ്രീവത്സപീതവസനം സ്മിതസുന്ദരാസ്യം ക്രീഡന്താം അപ്രതിഭയം കമലോദരോഗ്നീം സന്ദസ്യ മർമ്മസൂരുഷാ ഭുജയാ ചാദാം തം പ്രേക്ഷമാണീയ സുകുമാര ഘനാവതാതം ശ്രീവത്സപീതവസനം സ്മിതസുന്ദരാസ്യം ക്രീഡന്തം അപ്രതിഭയം കമലോദരാഗ്നിം സന്ദസ്യ മർമ്മസൂരുഷാ ഭുജയാ ചാദാം തം പ്രേക്ഷമാണീയ സുകുമാര ഘനാവതാതം ശ്രീവത്സപീതവസനം സ്മിതസുന്ദരാസ്യം ക്രീഡന്തം അപ്രതിഭയം കമലോദരാഗ്നിം സന്ദസ്യ മർമ്മസൂരുഷാ ഭുജയാ ചാദാം. രമിമാജി. ഹരേ കൃഷ്ണ പ്രഭു. തം പദാനുപദാർത്ഥം. തം അവനെ, പ്രേക്ഷണീയ കാണാൻ അഴകുള്ള, സുകുമാര മൃദുല ശരീരനായ, ഘന അവതാതം മേഘം പോലെ ശോഭിക്കുന്ന, ശ്രീവത്സം എന്ന മറകുള്ള, പീതവസനം മഞ്ഞ വസ്ത്രങ്ങളും, സ്മിത പുഞ്ചിരിയാൽ, സുന്ദരാസ്യം മുഖത്തോടു കൂടിയവനും, ക്രീഡന്തം കളിക്കുന്ന, അപ്രതിഭയം ആരെയും ഭയമില്ലാത്തവനും, കമല താമരയുടെ ഉദര മധ്യം പോലെയുള്ള അംഘ്രീം കാലുകളെ സന്ദശ്യ കടിച്ചിട്ട്, മർമ്മസു മാറിടത്തിൽ, രുഷ കോപത്തോടെ, ഭുജയ സ്വദേഹത്താൽ സർപ്പത്തിന്റെ ചുരുളുകളാൽ, ചച്ഛാദ ചുറ്റി. വിവർത്തനം. ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. മഞ്ഞപ്പട്ട് വസ്ത്രങ്ങളണിഞ്ഞ് മൃദുല കോമളനായ ശ്രീകൃഷ്ണനെ ശുഭ്രമേഘം പോലെ ശോഭിക്കുന്ന ആകർഷകങ്ങളായ ശരീരത്തോടെയും ശ്രീവത്സാങ്കിതമായ മാറിടത്തോടെയും കാളിയൻ കണ്ടു. പുഞ്ചിരി തൂകുന്ന മനോഹരവദനവും താമരപ്പൂവിൻ്റെയുള്ള ഉള്ളുപോലെയുള്ള പാദങ്ങളും കണ്ടു. നിർഭയം ഹൃദയത്തിൽ തുടിച്ചു കളിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അദ്ഭുത രൂപം കണ്ടിട്ടും അസൂയാലുവായ കാളിയൻ ഭഗവാന്റെ ശരീരത്തെ തൻ്റെ ചുരുളുകളാൽ ചുറ്റി വരികയും മാറിടത്തിൽ കോപത്തോടെ കൊത്തുകയുമാണ് ചെയ്തത്. ഹരേ കൃഷ്ണ. ശ്ലോകം 10. തം നാഗഭോഗ പരിവിധം അദുഷ്ടചേഷ്ടം ആലോക്യ തത്പ്രിയസഖാ പാസുഭാ വൃഷാർത്താം കൃഷ്ണേ അർപ്പിത സുഹൃത് അർത്ഥകളത്രകാമാം ദുഃഖാനുശോക ഭയമൂഢധിയോ നിപൈതു. തം നാഗഭോഗ പരിവിധാം അദുഷ്ടചേഷ്ടം ആലോക്യ തത്പ്രിയസഖാ പശുഭാ വൃഷാർത്താം കൃഷ്ണേ അർപ്പിതാത്മാ സുഹൃത് അർത്ഥകലത്രകാമാം ദുഃഖാനുശോകഭയമൂഢധിയോ നിവേദു. തം നാഗഭോഗ പരിവീതമദുഷ്ടചേഷ്ടം ആലോക്യ തത്പ്രിയസഖാ പശുപാ വൃഷാർത്താം കൃഷ്ണേ അർപ്പിതാ സുഹൃദാർത്ഥകലത്രകാമാം ദുഃഖാനുശോകഭയമൂഢധിയോ നിവേദു. ഇതമാജി. തം അവനെ, നാഗഭോഗ പരിവീതം സർപ്പച്ചുരുളുകളാൽ ചുറ്റപ്പെട്ടും, അദൃഷ്ട ചേഷ്ടം അനക്കം കാട്ടാതെ, ആലോക്യ കണ്ടിട്ട്, തത് പ്രിയ സഖ അദ്ദേഹത്തിന്റെ പ്രിയ സഖാക്കൾ, പശുപ ഗോപാലകന്മാർ, ദൃശ ആർത്ത കഠിനമായി ദുഃഖിച്ചവരും, കൃഷ്ണ ഭഗവാനിൽ അർപ്പിത അർപ്പിക്കപ്പെട്ട ആത്മസുഹൃത്ത് തങ്ങളെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും, അർത്ഥ സ്വത്തിനെയും, കളത്ര ഭാര്യമാരെയും, ആമ ആഗ്രഹിച്ച വസ്തുക്കളെയും, ദുഃഖത്താൽ അനുശോക പശ്ചാത്താപത്താലും, ഭയത്താലും, മൂഢതിയ മോഹിതമായ ബുദ്ധിയോടെ, നിബേദു നിലംപതിച്ചു. വിവർത്തനം. കൃഷ്ണനെ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായി കണക്കാക്കിയിരുന്ന
ഗോപസമൂഹത്തിലെ അംഗങ്ങൾ മഹാസർപ്പത്തിന്റെ ചുരുളുകൾക്കുള്ളിൽ അകപ്പെട്ട് നിശ്ചലനായി കൃഷ്ണൻ നിൽക്കുന്നത് കണ്ടപ്പോൾ അത്യധികം ദുഃഖിച്ചു. തങ്ങളെയും കുടുംബം, സ്വത്ത്, ഭാര്യ, കാമിതാക്കൾ എന്നിങ്ങനെ സർവ്വതിനെയും കൃഷ്ണന് സമർപ്പിച്ചവരായിരുന്നു അവർ. കാളിയ സർപ്പത്തിന്റെ പിടിയിലകപ്പെട്ട ഭഗവാനെ കണ്ടപ്പോൾ ദുഃഖത്താലും ഭയത്താലും സംഭ്രമചിത്തരായി അവർ നിലംപതിച്ചു. ഭാവാർത്ഥം ശില ഭക്തി വേദാന്ത സ്വാമി ശില പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഗോപബാലന്മാരും സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന കൃഷ്ണഭക്തന്മാരായ ചില ഗോപന്മാരും കർഷകരുമൊക്കെ വേരറുത്ത മരങ്ങൾ പോലെ നിലംപതിച്ചു എന്ന് ശില സനാതന ഗോസ്വാമി പറയുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 11. ഗാവോ വൃഷാ വത്സതര്യാം ക്രന്ദമാനാ സുദുഃഖിതാ കൃഷ്ണേ ന്യസ്തേക്ഷണവീതാ രുദന്ത്യാ ഇവ തസ്ഥിരേ. ഗാവോ വൃഷാ വത്സതര്യാം കൃന്ദമാനാ സുദുഃഖിതാ കൃഷ്ണേ ന്യസ്തേക്ഷണവീതാ രുദന്ത്യാ ഇവ തസ്ഥിരേ. ഗാവോ വൃഷാ വത്സതര്യാം കൃന്ദമാനാ സുദുഃഖിതാ കൃഷ്ണേ ന്യസ്തേക്ഷണഭീതാ രുദന്ത്യാ ഇവ സ്ഥിരേ. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. ഗാവഹ പശുക്കൾ, വൃഷാഹ കാളകൾ, വത്സതര്യ പശുക്കിടാങ്ങൾ, കേന്ദ്രമാനാഹ ഉറക്കെ കരയുന്നവരായി, സുദുഃഖിത വളരെ ദുഃഖിതരായി, കൃഷ്ണേ ശ്രീകൃഷ്ണനിൽ, ന്യസ്ത ഈക്ഷണാഹ നോട്ടമുറപ്പിച്ച്, ഭീത ഭയന്നവരായി, ദുരന്ത്യ കരയുന്നവരായി, ഇവ തന്നെ തസ്ഥിരെ സ്ഥിതി ചെയ്തു. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. പശുക്കളും കാളകളും പശുക്കിടാങ്ങളും ശ്രീകൃഷ്ണനെ ഉറക്കെ വിളിച്ചുകൊണ്ട് കഠിന ദുഃഖത്തിലേർപ്പെട്ട് ശ്രീകൃഷ്ണനിൽ തന്നെ കണ്ണുറപ്പിച്ച് ഭയം മൂലം സ്തംഭിച്ച് കണ്ണീരൊഴുക്കുവാൻ പോലും ആവാതെ നിന്നു. ഹരേ കൃഷ്ണ പ്രഭു. അദവ്രജേ മഹോത്പാദാസ് ത്രിവിധാഹി അതിദാരുണാം ഉത്പേതുർഭുവി ദിവി ആത്മനി ആസന്ന ഭയ സംശസിനാം. അദവ്രജേ മഹോത്പാദാസ് ത്രിവിധാഹി അതിദാരുണാം ഉത്പേതുർഭുവി ദിവി ആത്മനി ആസന്ന ഭയ സംശിഷനാം. അദവ്രജേ മഹോത്പാദാസ് ത്രിവിധാ അതിദാരുണാം ഉത്പേതുർഭുവി ദിവ്യാത്മനി ആസന്ന ഭയ സംശനാം. ഗീതാമാജി. ഹരേ കൃഷ്ണ. അതാ അപ്പോൾ പ്രജേ വൃന്ദാവനത്തിൽ മഹാ ഉത്പാദ ദുർലക്ഷണങ്ങൾ ത്രിവിധ 3 വിധത്തിലും ഹീ നിശ്ചയമായും അതിദാരുണ അതിഭയങ്കരങ്ങളും ഉത്പേരു ഉണ്ടായി ഭൂമിയിലും ദിവി ആകാശത്തിലും ആത്മനി ജീവജന്തുക്കളുടെ ദേഹത്തിൽ ആസന്ന ഭയ ശംസിന അടുത്തെത്തിയിരിക്കുന്ന ആപത്തിനെ സൂചിപ്പിക്കുന്ന വിവർത്തനം. അപ്പോൾ വൃന്ദാവനത്തിൽ വിവിധമായ ഭൂമിയിലും ആകാശത്തിലും ജീവജാലങ്ങളുടെ ശരീരങ്ങളിലും ദുർലക്ഷണങ്ങൾ കാണപ്പെട്ടു. ആസന്നമായ ആപത്തിനെയാണ് അത് സൂചിപ്പിച്ചത്. ഭാവാർത്ഥം ശില ഭക്തി വേദാന്ത സ്വാമി ശില പ്രഭുപാദ് മഹാരാജ് കി ജയ്. ദുർലക്ഷണങ്ങൾ താഴെ പറയുന്നതായിരുന്നു എന്ന് ശ്രീധര സ്വാമി പറയുന്നു. ഭൂമിയിൽ ആശങ്ക ജനിപ്പിക്കുന്ന ഭൂമി കുലുക്കങ്ങളും ആകാശത്തിൽ ഉൽക്കകൾ വധിക്കലും ജീവജാലങ്ങളുടെ ശരീരങ്ങൾക്ക് ഇടതുവശവും ഇറക്കലും ഇവ വരാനിരിക്കുന്ന ആപത്തിനെ അറിയിക്കുന്ന ടെക്സ്റ്റ് 13:15. താനാലക്ഷ്യ ഭയോഗ്യന ഗോപനന്ദ പുരോഗമാ വിനാരാമേണ തം ഗാ കൃഷ്ണം ജ്ഞാത്വാ ചാരീദം ഗതം തൈർ ദുർമിത്തൈർ നിധനം മത്വാ പ്രാപ്തഭതദ്വിദാ നമസ്കാസ്തേ ദുഃഖശോകാഭയാതുരാം ആബാലവൃദ്ധവനിതാം സർവേംഗാ പശുവൃത്തയാം നിർജഗ്മു ഗോകുലാദീനാം കൃഷ്ണദർശനലാലസാം.
താനാലക്ഷ്യ ഭയോദ്വിഗ്നാം പുരോഗമാം വിനാരാമേണ ഗാ കൃഷ്ണം ജ്ഞാത്വാ ചാരയിതും ഗതം തൈർദുർനിമിത്തൈർനിധനം മത്വാ പ്രാപ്തം അതദ്വിദാം തന്മനസസ്ഥായ ദുഃഖശോകഭയാതുരാം ആബാലവൃദ്ധവനിതാ സർവേ അംഗപശുവൃത്തയാം നിർജഗ്മൂ ഗോകുലാദീനാം കൃഷ്ണദർശനലാലസാം താനാലക്ഷ്യ ഭയോദ്വിഗ്നാം ഗോപാനന്ദപുരോഗമാം വിനാരാമേണ ഗാ കൃഷ്ണം ജ്ഞാത്വാ ചാരയിതും ഗതം തൈർദുർനിമിത്തൈർനിധനം മത്വാ പ്രാപ്തമതദ്വിദാം തത്പ്രാണാസ്തൻ മനസ്താസ്തേ ദുഃഖശോക ഭയാതുരാം ആബാലവൃദ്ധവനിതാ സർവേംഗാ പശുവൃത്തയാം നിർജഗ്മൂ ഗോകുലാദീനാ കൃഷ്ണദർശനലാലസാം. വസുപുഷ്പവും കൃഷ്ണ പ്രഭു താനാലക്ഷ്യ ഭയോദ്വിഗ്ന ഗോപാനന്ദ പുരോഗമ വിനാരാമേണ ഗോകൃഷ്ണം ജ്ഞാത്വാചാരയിതും ഗതം തൈർദുർനിമിത്തൈർനിധനം മത്വാ പ്രാപ്തം അതദ്വിദ തത്പ്രാണാസ്തന്മനസ്കാസ്തേ ദുഃഖശോക ഭയാർത്തുര ആബാലവൃന്ദവനിത സർവേ അംഗം പശുവൃത്തയ നിർജന്മുർഗോകുലാദീന കൃഷ്ണദർശന ലാലസ. പ്രധാന പദാർത്ഥം: താൻ ഈ ലക്ഷണങ്ങൾ ആലക്ഷ്യ കണ്ടിട്ട്, ഭയ ഉദ്വിഗ്ന ഭയം കൊണ്ട് ആകുലരായ, ഗോപന്മാർ, നന്ദപുരഗമ നന്ദമഹാരാജാവിനാൽ നയിക്കപ്പെട്ട, വിനാരാമേണ ബലരാമനെ കൂടാതെ, ഗാഹ പശുക്കളെ, കൃഷ്ണം ശ്രീകൃഷ്ണൻ, ജ്ഞാത്വ അറിഞ്ഞിട്ട്, ചാരയിതും നയിക്കുവാനായി, ഗതം പോയിരിക്കുന്ന, തൈ അവയിൽ നിന്ന്, ദുർനിമിത്തൈ ദുർലക്ഷണങ്ങൾ, നിധനം മരണം, മത്വ കരുതിയിട്ട്, പ്രാപ്തം ലഭിച്ചതായി, അതദ്വിധ ഭഗവാന്റെ ഐശ്വര്യം അറിയാതെ, തത് പ്രാണ അവനെ തങ്ങളുടെ പ്രാണനായി കരുതുന്നവരും, തത് മനസ്ക അദ്ദേഹത്തിൽ മുഴുകിയ മനസ്സുകളോട് കൂടിയവരും, തേ അവർ, ദുഃഖത്താലും, ശോകത്താലും, ഭയത്താലും, ആതുര പീഡിതരായി, ആബാലവൃന്ദ വനിത കുട്ടികളും വൃദ്ധരും സ്ത്രീകളും സർവേ എല്ലാവരും, അംഗ പ്രിയ പരീക്ഷത്ത് രാജാവേ, പശുവൃത്തയ കുഞ്ഞിനോട് അമിത വാത്സല്യമുള്ള പശു പെരുമാറുന്നത് പോലെ, നിർജർമു പുറപ്പെട്ടു, ഗോകുലത്തിൽ നിന്ന്, ദീന ദുഃഖിതരായി, കൃഷ്ണദർശന ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ, ലാലസ ഉത്കണ്ഠയോടുകൂടി. വിവർത്തനം ശീല പ്രഭു മഹാരാജ് ജയ്. ദുർലക്ഷണങ്ങൾ കണ്ട നന്ദ മഹാരാജാവും മറ്റു ഗോപന്മാരും വല്ലാതെ ഭയന്നു. കാരണം അന്ന് ശ്രീകൃഷ്ണൻ പശുക്കളെ മേയ്ക്കാൻ പോയത് ജ്യേഷ്ഠൻ ബലരാമനെ കൂടാതെയാണ്. ശ്രീകൃഷ്ണനെ സ്വന്തം പ്രാണനെ പോലെ കരുതുന്നവരും മനസ്സ് ശ്രീകൃഷ്ണനിൽ അർപ്പിച്ചവരുമായ അവർ ഭഗവാന്റെ മഹാശക്തിയും ഐശ്വര്യങ്ങളും എന്തെന്നറിയാത്തവരായിരുന്നു. അങ്ങനെ ദുർനിമിത്തങ്ങൾ കണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ മരണപ്പെട്ടു എന്ന് കരുതി കടുത്ത ദുഃഖത്തിലും ഭയത്തിനും അവർ വശംവദരായി. കുട്ടികളും സ്ത്രീകളും വൃദ്ധരും അടങ്ങുന്ന വൃന്ദാവനവാസികൾ എല്ലാവരും കിടാവിനെ കുറിച്ച് തള്ളപ്പശു എന്ന പോലെ ശ്രീകൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഉത്കണ്ഠയോടെ ഭഗവാനെ കാണാൻ വൃന്ദാവനത്തിൽ നിന്നും പുറപ്പെട്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 16. തം സദാ കാതരൻ വീക്ഷ്യ ഭഗവാൻ മാധവോ ബലാം പ്രഹസ്യ കിഞ്ചിനോ വാചാം പ്രഭവജ്ഞേ അനുജസ്യ സാ പ്രഭാവജ്ഞോ അനുജസ്യ സാ. താം സദാ കാതരൻ വീക്ഷ്യ ഭഗവാൻ മാധവോ ബലാം പ്രഹസ്യ കിഞ്ചിനോ വാചാം പ്രഭാവജ്ഞോ അനുജസ്യ സാ. തം സദാ കാതരൻ വീക്ഷ്യ
ഭഗവാൻ മാധവോ ബല പ്രഹസ്യ കിഞ്ചിനോ വാചാം പ്രഭാവജ്ഞോ നിജസ്യ സാം. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദർത്ഥം താം അവരെ തഥാ ആ അവസ്ഥയിൽ കാതരാൻ ഭയപ്പെട്ടവരായി വീക്ഷ്യ കണ്ടിട്ട് ഭഗവാൻ ജ്ഞാനൈശ്വര്യ സമ്പന്നനും പരമദിവ്യോത്തമ പുരുഷനുമായ മാധവ എല്ലാ നിഗൂഢജ്ഞാനങ്ങൾക്കും ഉടയവൻ ബലഹ ബലരാമ ഭഗവാൻ പ്രഹസ്യ മൃദുഹാസം തൂകിയിട്ട് കിഞ്ചിത് ഒന്നും തന്നെ ന ഉവാച പറഞ്ഞില്ല. പ്രഭാവജ്ഞ വൈഭവമറിയുന്ന അനുജസ്യ അനുജന്റെ സഹ അദ്ദേഹം. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. എല്ലാ അതീന്ദ്രിയ ജ്ഞാനങ്ങൾക്കും ഉടയവനായ ഭഗവാൻ ബലരാമൻ തന്റെ ഇളയ സഹോദരന്റെ എല്ലാ പ്രഭാവങ്ങളും അറിയുന്നവനാകയാൽ വൃന്ദാവനവാസികളുടെ തീവ്ര ദുഃഖം കണ്ടപ്പോൾ ഒന്നും പറയാതെ പുഞ്ചിരി തൂക്കി. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖ്യ വിസ്തരണമാണ് ശ്രീ ബലരാമൻ. അതിനാൽ അവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നിരപേക്ഷ സത്യം വ്യത്യസ്ത രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതാണവർ. ഞാൻ അനന്തശേഷന്റെ രൂപത്തിലായിരിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ഒരിക്കലും എൻ്റെ ഒപ്പം കളിക്കാൻ കൂട്ടാക്കാറില്ല. എന്നിട്ടിപ്പോഴാണോ കാളിയനെന്ന് പറഞ്ഞ ഒരു സാധാരണ പാമ്പിന്റെ ഒപ്പം കളിക്കാൻ പോയിരിക്കുന്നു എന്ന് വിചാരിച്ചാണ് ബലരാമൻ പുഞ്ചിരിച്ചതെന്ന് ശ്രീല വിശ്വനാഥ ചക്രവർത്തി പറയുന്നു. കാളിയന്റെ ചുരുളുകൾക്കുള്ളിൽ താൽക്കാലികമായി അകപ്പെട്ടപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും പ്രിയ ഭക്തർ ഇത്രയേറെ കഠിന വ്യഥ അനുഭവിക്കാനിടയാക്കിയത് എന്തിനെന്ന് ചോദ്യം വന്നേക്കാം. വൃന്ദാവനത്തിലെ അന്തേവാസികൾ പൂർണ്ണ മുക്താത്മാക്കളാണെന്നും അതിനാൽ അവർക്ക് ഭൗതിക വികാരങ്ങളൊന്നും ഉണ്ടാകുകയില്ലെന്നും നാം ഓർക്കണം. തങ്ങൾക്ക് പ്രിയപ്പെട്ട ശ്രീകൃഷ്ണൻ ആപത്തിൽ അകപ്പെടുകയാണെന്ന് കണ്ടപ്പോൾ ശ്രീകൃഷ്ണനോടുള്ള അവരുടെ സ്നേഹം അതിൻ്റെ പാരമ്യത്തിലെത്തുകയും ആ പ്രേമത്തിന്റെ നിർവൃതിയിൽ അവർ പാടെ അലിഞ്ഞു പോവുകയുമാണ് ഉണ്ടായത്. ഈ സംഭവത്തെ ആത്മീയമായൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വേണം കാണാൻ. അല്ലെങ്കിൽ നമുക്കത് ശരിയായി കാണാനേ കഴിയുകയില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാം ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശിവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോവേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. തം പ്രേക്ഷണീയ സുകുമാര ഘനാവതാരം ശ്രീവത്സപീതവസനം സ്മിതസുന്ദരാസ്യം ക്രീഡന്തം അപ്രതിഭയം കമലോദരാഗ്നീം സന്ദസ്യ മർമ്മസൂരുഷാ ഭുജയ ചച്ഛാദാ. Kaliya saw that Sri Krishna, who wore yellow silken garments, was very delicate, his attractive body shining like a glow white cloud, his chest bearing the mark of Shivalsa, his face smiling beautifully, and his feet resembling the whole of a lotus flower. The Lord was playing fearlessly in the water. Despite his wonderful appearance, the envious Kaliya furiously beat him on the chest and then completely enwrapped him in his coils. ഹരേ കൃഷ്ണ. കാളിയനെ പാഠം പഠിപ്പിക്കാനായിട്ട് ഭഗവാൻ കാളിന്തി പുഴയിൽ ചാടുകയാണ്. ആ ചാടുമ്പോൾ ആ ഇമ്പാക്റ്റിൽ ചാട്ടത്തിൻ്റെ ആ ശക്തിയിൽ വെള്ളങ്ങൾ പൊങ്ങി
400 അടിയോളം മുകളിലോട്ട് പൊങ്ങി. പിന്നെ തീരങ്ങൾക്ക് മുഴുവൻ അത് പടർന്നു. അതുകൂടെ പക്ഷേ അതേസമയം കൃഷ്ണൻ നീന്തുമ്പോൾ, കൈകൊണ്ട് തുഴഞ്ഞു നീന്തുമ്പോൾ വളരെ സുന്ദരമായിട്ടുള്ള ഇമ്പമായിട്ടുള്ള ഗാനങ്ങൾ വരുന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ അതും കേൾക്കാൻ മതി. അപ്പോൾ അത് മനസ്സിലാകും കൃഷ്ണൻ വളരെ ഹാപ്പിയായിട്ട്. കൃഷ്ണൻ ഈ പറഞ്ഞ തണ്ടർ എന്നുള്ളത് എന്താണ്? കാളിയന് ഭയം ഉണ്ടാക്കുന്നത്. അതേസമയം മ്യൂസിക് എന്താണ്? കൃഷ്ണൻ എൻജോയ് ചെയ്യുന്നു. കൃഷ്ണൻ വളരെ ഹാപ്പി ആയിട്ട് യാതൊരു ഭയമില്ലാതെ ഇങ്ങനെ നീന്തി തുടിക്കുകയാണ്. അപ്പോൾ കാളിയൻ ഇത് കാണുന്നത് ഇങ്ങനെ എത്രയോ ഭംഗിയുള്ള, അത്രയും സുന്ദരവദനമായിട്ടുള്ള, അതിസുന്ദരമായിട്ടുള്ള ആ കോമള ബാലൻ, കോമളം എന്ന് വെച്ചാൽ വളരെ ഡെലിക്കേറ്റ് കോമള ബാലൻ, മഞ്ഞപ്പട്ടെല്ലാം എടുത്ത് ശരീരമെല്ലാം തിളങ്ങുകയാണ്, കിടന്ന് തിളങ്ങി വെട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ നെഞ്ചിലെ ശ്രീവത്സമാണ് ഭഗവാന്റെ. എപ്പോഴും ചിരിച്ചു, വളരെ രസമായിട്ട് എല്ലാവരെയും ആകർഷിക്കുന്ന വിധത്തിൽ അതിഭംഗിയായും എപ്പോഴും മന്ദഹസിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണൻ. അങ്ങനെ കൃഷ്ണനെ കാണാൻ പറ്റില്ല നമുക്ക്. അത്രയും സന്തോഷം, എപ്പോഴും ആനന്ദം നിറഞ്ഞിരിക്കുന്ന ആളാണ് കൃഷ്ണൻ. പ്രത്യേകിച്ചും വൃന്ദാവന കൃഷ്ണൻ അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളാണ് എന്താണ്? താമരയെ പോലെ വെള്ളുന്ന, താമരയെ പോലും ഭംഗിയുള്ള ആ കാൽപാദങ്ങൾ. അങ്ങനെയുള്ള ആ സുന്ദരവദനമായിട്ടുള്ള കൃഷ്ണനെ എപ്പോഴും ചിരിച്ചുകൊണ്ട്, മന്ദഹസിച്ചുകൊണ്ട്, സന്തോഷത്തോടിരിക്കുന്ന കൃഷ്ണനെ കണ്ടപ്പോൾ സാധാരണ ആൾക്കാർക്ക് അത്രയും സന്തോഷം ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. പക്ഷേ കാളിയനെ പോലത്തെ ഇത്രയും അസൂയവാരുമായിട്ടുള്ള, അത്രയും വിഷം വരുന്നതുകൊണ്ട് അത്രയും അസൂയാണ്. അസൂയുള്ള ആൾക്കാർ കൃഷ്ണനെ കണ്ടപ്പോൾ നേരെ വിപരീതമായിട്ടാണ് തോന്നിയത് എന്നാണ് ശിവചക്രവർത്തിയോട്. നേരെ ഊട്ടി വന്നിട്ട് കൃഷ്ണന്റെ മാറിൽ ദംശിക്കുക ചെയ്യണം. കൂടാതെ അയാളുടെ ആ കോയിൽസ്, പാമ്പിന്റെ എന്താ പറയുക, പിരികൾ കൊണ്ട് കൃഷ്ണനെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കിയാണ് ഇത്. എത്രത്തോളം അസൂയുള്ള ആളായിരിക്കാം ചെയ്യും. സാധാരണ ഇത്രയും ഭംഗിയുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സന്തോഷം തോന്നും. അപ്പൊ അയാളെ ഉപദ്രവിക്കാൻ നമുക്ക് ആലോചിക്കാൻ പറ്റും. ഏതായാലും കാളിയനത് ചെയ്തു. അത്രയും കഠിന ഹൃദയം. ഇപ്പൊ നമുക്ക് കേട്ടിട്ടുണ്ട് സെക്കൻഡ് വേൾഡ് വാർ ട്രെയിനിങ് കൊടുക്കുമ്പോൾ, ഗെസ്റ്റാപ്പോ ട്രെയിനിങ് നാസീസ് കൊടുക്കുമ്പോൾ അത്രയധികം ലാളിച്ചു വളർത്തിയ പൂച്ചയെ കഴുത്തറുത്ത് കൊല്ലാനാണ് അവരൊക്കെ പറയുക. അപ്പോഴാണ് നമുക്ക് ഹൃദയത്തിന്റെ കാഠിന്യം വർദ്ധിക്കുള്ളൂ. കാരണം യുദ്ധത്തിൽ പോകുമ്പോൾ ഇത്രയും കഠിനമായ ഹൃദയം ആവശ്യമാണെന്ന് സങ്കല്പം. പക്ഷേ ഇവിടെ ഭഗവാൻ കംപ്ലീറ്റ് ട്രാൻസെൻഡന്റ് ആണ്. പക്ഷെ അത് മനസ്സിലാക്കാത്ത കാളിയൻ ഇത്രയും ഘോര ജീവിയായതുകൊണ്ട്, ഘോര സർപ്പമായതുകൊണ്ട് ഇത്രയും കഠിനമായിട്ടുള്ള കാര്യം ഭഗവാനെ ദംശിക്കുക, ഭഗവാനെ തൻ്റെ വാലുകൾ കൊണ്ട് അങ്ങനെ മുറുക്കിയിടുക, അത് ചെയ്തു. ഇതപ്പുറത്തുള്ള ഗോപന്മാരും ഗോപാലന്മാരും പശു മേയ്ക്കുന്ന ആൾക്കാരെല്ലാം കൂടി, വൃന്ദാവനത്തിരിക്കുന്ന ആൾക്കാരെല്ലാം മനസ്സിലാക്കി. തം നാഗഭോഗപൈരുവിധം അധിഷ്ഠചേഷ്ടം ആലോക്യ തത്പ്രിയശഥാ പശുഭാർഭിഷാർത്താ കൃഷ്ണയാർപ്പിത സുഹൃദാർത്ഥകലത്രകാമാം ദുഃഖാനുശോകഭയമൂഢതിയോ നിപേതു. When the members of cohort community who had accepted Krishna as a dearmost friend saw him enveloped in the snake's coils, motionless, they were greatly disturbed. They had offered Krishna everything, their very selves, their families, their wealth, their wives, and all pleasures. At the sight of Lord in the clutches of Kaliya snake, the intelligence became deranged by grief, lamentation, fear, and thus they fell to the ground. ഇത് കണ്ട് അവരെ കൊണ്ട് ഒരിക്കലും താങ്ങാൻ വയ്യാത്തൊരു കാഴ്ചയാണ് കാണുന്നത്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നമ്മുടെ ആത്മാവിനേക്കാൾ, സ്വന്തം ആത്മാവിനേക്കാൾ കൂടുതൽ പ്രേമിക്കുന്ന, സ്നേഹിക്കുന്ന ആളാണ് കൃഷ്ണൻ. ആ കൃഷ്ണന് വേണ്ടി അവരെന്തും ചെയ്തു. കൃഷ്ണനെ എല്ലാം സമർപ്പിക്കാൻ ചെയ്തിരുന്നവര് എല്ലാം തനിക്കുള്ള എന്തൊക്കെയുണ്ട്. മനസഗേഹദേഹ യോ കുച്ച് മൗലാം അർപ്പിലും തുവാപദേ നന്ദകിഷോരാം. ഭക്തിവിനോദ് ഠാക്കൂർ പാടിയിട്ടുണ്ട്. നമുക്ക് എന്തുണ്ടോ അത് മുഴുവൻ, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം, ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ സ്വന്തം ആത്മാവ്, നമ്മുടെ പണം, ധനം, എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ എല്ലാം കൃഷ്ണനോട് കാണാൻ വെച്ചത്. അങ്ങനെയുള്ള കൃഷ്ണൻ കാളിയന്റെ ചുള്ളിൽ വീണിട്ട് ചെറിയിൽ നിന്ന് അനങ്ങാതിരിക്കുകയാണ്. കൃഷ്ണൻ അനക്കല്ല, ചുരുണ്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണന്റെ മുഖം മാത്രമേ കാണാൻ പറ്റുള്ളൂ.
അത്രയും നിസ്സഹായമായിട്ട് ഭഗവാൻ നിൽക്കണം. അപ്പോ അങ്ങനെ കാണുമ്പോൾ അവരുടെ ശോകം കൊണ്ട് അവരുടെ അവൾ കംപ്ലീറ്റ് അവർ അപ്സെറ്റ് ആയിട്ട് അവരുടെ ബുദ്ധി മുഴുവൻ നശിക്കണം. മുഴുവൻ നശിച്ചുകൊണ്ട് അവര് താഴോട്ട് വീഴാണ്. അപ്പൊ അടുത്തുള്ള ഈ പറഞ്ഞ കാളിയന്റെ സർപ്പത്തിൽ യുദ്ധം ചെയ്യും ആ കൃഷ്ണൻ ഇരിക്കുന്ന ആ സ്ഥലത്ത് അടുത്തുള്ള പാടങ്ങളിൽ ഇരിക്കുന്ന ഗോപന്മാരാണ് ഇത് സംഭവിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് അവർക്കത് സംഭവിച്ചത്? അവർ വീണ്ടും കൃഷ്ണനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കൃഷ്ണനെ നോക്കിക്കൊണ്ടിരിക്കണം. കൃഷ്ണൻ ആ ചുരുൾ, കാളിയന്റെ ചുരുളിൽ ഇങ്ങനെ അനക്കമില്ലാതെ നിൽക്കുകയാണത്. ഗാവോ വൃഷവത്സതര്യ ക്രന്ദമാന സുദുഃഖിത കൃഷ്ണേ ന്യസ്തേക്ഷണാഭീത ഉരന്ധ്യ ഇവ തസ്ഥിരേ. The cows, bulls, female cows in great distress called out piteously to Krishna. Fixing their eyes on him, they stood still in fear, as if ready to cry, but too shocked to shed tears. ഇപ്പോൾ ഗോപാലന്മാർ മാത്രമല്ല, പശുക്കള്, കാളകള്, പശുക്കുട്ടികള്, ഇവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ കൃഷ്ണനെ മാത്രം നോക്കുള്ളൂ. ബാക്കിയെല്ലാം കൃഷ്ണനെ നോക്കി കൃഷ്ണന്റെ ശരീരത്തിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് അവരിങ്ങനെ അനങ്ങാതെ ഭയം കൊണ്ട് അങ്ങേറ്റം ഭയം എന്ത് പറ്റി? അവർ കരയണമെന്നുണ്ട്, പക്ഷെ കണ്ണീര് മുഴുവൻ വറ്റിപ്പോയി. കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല. കാരണം അത്രയും വെറുങ്ങലിച്ച് ഭയം കൊണ്ട് അവർ വെറുങ്ങലിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും പ്രവർത്തിക്കുന്നില്ല. അവരുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, അവരുടെ മനസ്സ് പ്രവർത്തിക്കുന്നില്ല, അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. മുഴുവൻ നിശ്ചലമായിട്ട് ഭയാഗ്രതനായിട്ട് കൃഷ്ണനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണത അനക്കമില്ലാതെ കാളിയന്റെ ചുരുളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവരുടെ അവസ്ഥ ആലോചിച്ചു. എല്ലാവരും ഗോപന്മാരെല്ലാം മോഹത്സ്യപ്പെട്ടു വീണു. പശുക്കൾക്ക് മോഹത്സ്യമില്ല, പക്ഷെ അവരതന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ വ്രജേ മഹോത്പാദാസ് ത്രിവിധാഹി ദാരുണാം ഉത്പേരു ദിവ്യാത്മനി ആസന്നഭയ ശംസിനഃ. In the Vrindavana area, then arose all three types of fearful omens, those on the earth, those in the sky, and those in the bodies of living creatures, which announce imminent danger. അപ്പോൾ വൃന്ദാവനം മുഴുവൻ പെട്ടെന്ന് ദുർനിമിത്തങ്ങൾ വരികയാണ്. നമുക്കറിയാം, കൃഷ്ണൻ ജനിച്ചപ്പോൾ എല്ലാ സുനിമിത്തങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെയാണ് എല്ലാ നക്ഷത്രങ്ങളും എല്ലാ ഗ്രഹങ്ങളും അതുപോലെ നിന്ന് വസന്തോത്സവം പോലെ വൃന്ദാവനം മുഴുവൻ ഇങ്ങനെ പാല് കൊണ്ടും തേൻ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും നിറഞ്ഞ് പൂന്തരിച്ച് അത്രയധികം ശോഭനമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു വാതാവരണത്തിലാണ് കൃഷ്ണൻ അവതരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോ നേരെ ഓപ്പോസിറ്റ്, വൃന്ദാവനം മുഴുവൻ കാർമേഘം കൊണ്ട് മൂടി. അവിടെ ഭൂമി കുലുക്കം പോലെ ഞെട്ടിലുണ്ടാക്കുന്ന ഭയങ്കര ശബ്ദത്തോടുകൂടി ഭൂമിയിൽ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരുന്നു. ആകാശങ്ങളില് കൊള്ളിമീൻ അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. നിറയെ കൊള്ളിമീൻ വീണുകൊണ്ടിരിക്കുന്നു. ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഗോപന്മാരുടെ ശരീരം വിറയുന്നു. അവരുടെ ഇടത് കണ്ണ് തുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ദുർനിമിത്തമായിട്ട് കണക്കാക്കും. ഇതെല്ലാം വലിയൊരു അപകടം, അതിഘോരമായിട്ടുള്ള എന്തോ ഒരു വിപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ദുർനിമിത്തങ്ങൾ. പക്ഷേ എന്തുകൊണ്ട് കൃഷ്ണ സുപ്രീം പേഴ്സണാലിറ്റി അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ദുർനിമിത്തം വന്നത്? വിശാൽ ചക്രവർത്തി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ദേവന്മാർക്ക് ഈ ദുർനിമിത്തം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞ വ്രജവാസികൾക്കുള്ള ആ പ്രേമം മുഴുവൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ദുർനിമിത്തങ്ങൾ ഉണ്ടാക്കിയത്. മാത്രമല്ല, കൃഷ്ണൻ എന്നുള്ളത് വെറും എന്താണ്, ഐശ്വര്യകൂഢനായിട്ടുള്ള ഭഗവാനല്ല, മാധുര്യഭാവത്തിലുള്ള ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ ചിലപ്പോ ഇങ്ങനെയൊരു സംഭവത്തിൽ പെട്ടുകഴിഞ്ഞാൽ ദുർനിമിത്തങ്ങൾ ഉണ്ടായേക്കാം എന്നൊക്കെ ഒരു പ്രതീതി വ്രജവാസികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദുർനിമിത്തങ്ങൾ വന്നത് എന്നാണ് വിശാൽ ചക്രവർത്തി പറഞ്ഞത്. എന്തായാലും ദുർനിമിത്തം മുഴുവൻ ഉണ്ടായി. ദുർനിമിത്തം ഉണ്ടായപ്പോ പറഞ്ഞ മാതിരി വ്രജവാസികൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടേ അവരെല്ലാം മോഹത്സ്യപ്പെട്ട് വീണു. പിന്നെ അവരെന്ത് ചെയ്തു? താനാലക്ഷ്യ ഭയോജ്ഞ ഗോപാനന്ദ പുരോഗമാം
വിനാരാമേണ ഗാ കൃഷ്ണം ജ്ഞാത്വാ ചാരയിതും ഗതം തൈർദുർനിമിത്തൈർനിധനം മത്വാ പ്രാപ്യ അതത്തദാ തത്പ്രാണസ് താൻ മനസ്കാസ്തേ ദുഃഖശോകഭയാതുരാ ആബാലവൃദ്ധവനിത സർവേംഗപശുവൃത്തയാ നിർജഗം ഗോകുലാദീന കൃഷ്ണദർശനലാലസാ. Seeing the inauspicious omens, Nanda Maharaja and other cowherdsmen were fearful, for they knew that Krishna had gone to the herd, the cows, that day without his elder brother Balrama. അതാണ് അവർക്കുണ്ടായ ഭയം. കാരണം ബലരാമൻ ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ല, ഏതിലും ബലരാമൻ സംരക്ഷിക്കും. യശോദ മാതാജിയുടെ പ്രത്യേകിച്ചുള്ള നിർദ്ദേശമാണ്, ബലരാമ, കൃഷ്ണൻ പറഞ്ഞ വളരെ അപകടകാരിയാണ്, അവൻ എന്താ ചെയ്യാന്ന് തന്നെ ആർക്കറിയില്ല, പല വഴി കൂടെ പോവും, എന്തിനും ചെയ്യാൻ മടിയില്ലാത്തതാണ്, എന്തും ചെയ്യാൻ ഭയമില്ലാത്തതാണ്, അതുകൊണ്ട് അവൻ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നീ അവൻ്റെ ഒപ്പം നിന്നിട്ട് അവനെ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം, അവനെ വീക്ഷിച്ചുകൊണ്ടിരിക്കണം. അവനെ വളരെ ബുദ്ധിമുട്ട് അവനെ നിയന്ത്രിക്കാന്നുള്ളത്, അത് നിനക്ക് മാത്രമേ കഴിയൂ, നീ എപ്പോഴും അവൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. പക്ഷെ അന്ന് എന്തോ ബലരാമൻ നേരത്തെ എക്സാമ്പിൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൂണൂല് ഇതിൻ്റെ ഒരു ദിവസമായിരുന്നു, അത് പ്രത്യേക ദിവസമായിരുന്നു, പിറന്നാളോ എന്നിട്ട്. അപ്പോൾ അത് കാരണം രോഹിണി മാതാജി ആ കുട്ടിയെ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ദിവസമാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അതേ സമയത്ത് ബ്രജവാസികൾ അവർ ഭയന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഇന്റലിജൻസ് നഷ്ടപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് ഭഗവാൻ സുപ്രീമാണ്, ഭഗവാനെ തൊടാനോ അല്ലെങ്കിൽ ഭഗവാനെ ഉപദ്രവിക്കാനോ ഒരാൾക്കും കഴിയില്ല എന്നുള്ള ജ്ഞാനം അവരുടെ ഹൃദയം നഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ഈ ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ കൃഷ്ണൻ മരണപ്പെട്ടു എന്നുള്ള ഭയം, ഹൃദയത്തെ മുഴുവൻ വെറുങ്ങലിപ്പിക്കുന്ന ആ ഭയം, എല്ലാത്തിനെയും അതിക്രമിച്ചുകൊണ്ട് ഉള്ള സങ്കടം, ദുഃഖം, ഇതെല്ലാം അവരെല്ലാം കൂടി ആബാലവൃദ്ധജനം വ്രജത്തിരിക്കുന്ന എല്ലാവരും ഇളകി വന്ന് ഓടി വരികയാണ് ഈ സ്ഥലത്തേക്ക്, കാളിന്തി തീരത്തിലേക്ക്, കൃഷ്ണന്റെ ഇത് അറിഞ്ഞിട്ട്, കൃഷ്ണനെ കാണാനായിട്ട്, കൃഷ്ണന്റെ ആ ദർശനം എടുക്കാനായിട്ട് അവർ ഓടി പാഞ്ഞു വരികയാണ്. തം തസ്ഥാ കാതരൻ വീക്ഷ്യ ഭഗവാൻ മാധവോ ബലാം പ്രഹസ്യ കിഞ്ചിനോ വാചാം പ്രഭാവജ്ഞോ അനുജസ്യ സാ. പക്ഷേ ദ സുപ്രീം ലോർഡ് ബലരാമ, മാധവ എന്ന വാക്കിനിവിടെ ബലരാമനായിട്ടാണ് വിശ്വാചക്രവർത്തി കൊള്ളണം. ധവ വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ടർ, മാ വെച്ച ഇന്റലിജൻസ്. അപ്പോ വൺ ഹു ഇസ് ഇന്റലിജന്റ്, മാധവ. അപ്പോൾ അവിടെ ബലരാമനാണ് മാധവ എന്ന് വെച്ചാൽ നല്ല ബുദ്ധിയുള്ള, മാസ്റ്റർ ഓഫ് ഓൾ ട്രാൻസെൻഡന്റൽ നോളജ്, എല്ലാ ജ്ഞാനമുള്ള ഭഗവാൻ ബലരാമൻ. അദ്ദേഹം ഈ വ്രജവാസികളുടെ ഈ വിലാപം, അതിതൂർവം എല്ലാവർക്കും സങ്കടം ഉണ്ടാക്കുന്ന തീവ്രമായിട്ടുള്ള വിലാപം കണ്ടപ്പോൾ അദ്ദേഹം മന്ദഹസിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും പറഞ്ഞില്ല, പക്ഷെ അദ്ദേഹം ചിരിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് അനുജന്റെ ആ അതുല്യമായിട്ടുള്ള ആ ശക്തിയെക്കുറിച്ച് പൂർണ്ണ ബോധവാനായി. അപ്പോൾ അവിടെ ബലരാമൻ എന്ന കൃഷ്ണൻ തന്നെയാണ്, കൃഷ്ണന്റെ പോലെ തുല്യ ശക്തിയുള്ള ഭഗവാനാണ്. രണ്ടുപേരും സുപ്രീം ലോർഡ്സ് ആണ്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ എന്നുള്ളത് സേവ്യ ഭഗവാൻ, സേവ സ്വീകരിക്കുന്ന ഭഗവാൻ. ബലരാമൻ എന്നുള്ള സേവാ ഭഗവാൻ, സേവ ചെയ്യുന്ന ഭഗവാൻ. രണ്ടുപേരും ഭഗവാൻ, ഒന്ന് സേവ്യ ഭഗവാൻ, മറ്റാള് സേവ ഭഗവാൻ. ആ ഒരു വ്യത്യാസമാണ് ഇവർ തമ്മിലുണ്ട്. അപ്പോ ഇവിടെ ബലരാമൻ ചിരിക്കുകയാണ്, ഉള്ളി ചിരിക്കുകയാണ്. ഏട്ടാ കൃഷ്ണ കൊള്ളാലോ, ഞാൻ അനന്തരൂപത്തിലിരിക്കുമ്പോൾ എന്നോട് കളിക്കാനൊന്നും പറ്റില്ല, എന്നിട്ടെന്താ ഒരു സാധാരണയായിട്ടുള്ള വേറൊരു കാളിയൻ, ആ കാളിയന്റെ ഒപ്പം കളിക്കുകയാണ്. ബലരാമൻ മനസ്സിലായി കാളിയനായിട്ട് കളിക്കുകയും കൃഷ്ണൻ കളിക്കുകയും ചെയ്യണമെന്ന്. അപ്പോ ബലരാമൻ ഇതാണ് ചിരിയുടെ ഉദ്ദേശമാണ്, അത് കൊള്ളാം, എൻ്റെ ഒപ്പം കളിക്കില്ല, എൻ്റെ ഈ ഫോമിൽ കളിക്കാൻ താല്പര്യമില്ല, പക്ഷേ ഈ കാളിയൻ പറഞ്ഞിട്ടുള്ള നികൃഷ്ട പാമ്പ്, സാധാരണ ഒരു പാമ്പ്,
അതിനായിട്ട് കളിക്കണ്ടേ അല്ലേ എന്ന് വിചാരിച്ച് ബലരാമൻ ചിരിച്ചു, മന്ദഹസിച്ചു. യാതൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ ഇത് കാണുമ്പോൾ വ്രജവാസികൾക്ക് ഒരു ആശ്വാസം തോന്നും. കാരണം ബലരാമനെ ഒന്നും അങ്ങനെ ഭയം കാണിക്കുന്നില്ലോ എന്നുള്ള ആ ഫീലിംഗ് അവർക്കുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും കൃഷ്ണൻ ഇങ്ങനെ സിറ്റുവേഷൻ സംജാതമായത്? ഇത്രയും ഭയം അല്ലെ ഇത്രയും വിഷമവും ഇത്രയും ദുഃഖവും പീഡനവും എന്തുകൊണ്ട് വ്രജവാസികൾക്ക് കൊടുത്തു? കൃഷ്ണൻ ചെയ്യേണ്ട ആ കാര്യം ഉണ്ടായിരുന്നോ? പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്രജവാസികളുടെ ഈ ദുഃഖം, അതീവ ദുഃഖം, പീഡനം എന്നുള്ളത് വെറും അതീന്ദ്രിയ തലത്തിലുള്ളതാണത്. അത് ഭൗതികമായിട്ടുള്ള കാര്യമല്ല. കാരണം കൃഷ്ണനെ മാത്രം മനസ്സിൽ കാണുന്ന, കൃഷ്ണനെ മാത്രം ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ജീവാത്മാക്കളാണ് വ്രജവാസികൾ. അപ്പൊ അവരെ കൃഷ്ണനെ എല്ലാ വികാരങ്ങളും, ഇപ്പൊ ഭൗതിക തലത്തിലെ വികാരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രേമം, ദുഃഖം, വിലാപം, ഇതൊക്കെയും ഭൗതിക തലത്തിലുണ്ട്. പക്ഷെ ആത്മീയ തലത്തിലുള്ള വേറെയാണത്. ഒരു ഭൗതിക തലത്തിലൊരു വിലാപം, നമ്മളെ ഇഷ്ടപ്പെട്ട ആള്, ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വളരെ ദുഃഖം ഉണ്ടാവും. പക്ഷെ ഇനി പിന്നെ തനിക്ക് താനാരുണ്ട്, തന്നെ സംരക്ഷിക്കാൻ, നമ്മളെ നോക്കാം, അങ്ങനെ ചിന്തകൾ വരും, ഭൗതികമായ ചിന്തകളൊപ്പം ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ വെറും ആത്മീയം മാത്രമേ ഉള്ളൂ. കൃഷ്ണനെ മാത്രം കാണുന്ന ആൾക്കാർക്ക് കൃഷ്ണനെ ഒരു നേരിയ വിഷം പോലും ഉണ്ടാവാൻ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഭൂമിമാർക്കറിയാം, കൃഷ്ണൻ കാട്ടിൽ കൂടെ പോകുമ്പോൾ കൃഷ്ണന്റെ ആ പൂമെത്ത താമര പോലത്തുള്ള കാലിൽ കൂർത്ത കല്ലുകൾ തട്ടിക്കഴിയുമ്പോൾ എന്തൊരു വേദന ഉണ്ടായിരിക്കും കൃഷ്ണൻ എന്ന് ആലോചിച്ച് എപ്പോഴും വിഷമത്തോടി വേദനയോടി അവര് കൃഷ്ണൻ തിരിച്ചു വരുന്ന ഒരു ആ മൂടാണ് അവർ. എന്നുവെച്ചാൽ അവരുടെ ഹൃദയത്തിൽ എപ്പോഴും 24 മണിക്കൂറും കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അവരുടെ പ്രേമം, വിലാപം, ഇതെല്ലാം അത് അതീന്ദ്രിയ തലത്തിലാണ്. അത് നമ്മൾ ഭൗതിക തലത്തിൽ നമ്മൾ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്. അത് ഇത് തന്നെയാണ് അവരും അനുഭവിക്കുന്നത് എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായ അബദ്ധം ഉണ്ടാവും. അപ്പൊ ഒരിക്കലും നമുക്ക് കൃഷ്ണന്റെ പാസ്റ്റ് ടൈം ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ കുറെ കൂടി കഴിഞ്ഞാൽ രാസ ഡാൻസിങ് എത്തും. അപ്പോൾ ഈ 10ാം സ്കന്ധം എത്തുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ ആക്ച്വലി ഈ ഭൗതികമായ വാസനകളെല്ലാം പുറത്തു വരണം, ഭൗതികമായ ഗുണങ്ങളിൽ പുറത്തു വരണം, ഭൗതികമായ കാഴ്ചപ്പാട് പുറത്തു വരണം, ശരീരമായ സംബന്ധമായിട്ടുള്ള വീക്ഷണങ്ങൾ മുഴുവൻ പാടെ തുടച്ചു നീക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 10ാം സ്കന്ധം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ നമ്മുടെ ഈ ദുർചിന്തകളും ശരീരബോധവും അവബോധം വെച്ചിട്ട് നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചെല്ലാം ആനന്ദം ഉണ്ടാവും, പക്ഷേ പൂർണ്ണമായ തോതിൽ ആനന്ദം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ അത്രയധികം നമ്മൾ ആത്മീയമായാണ്. അതിന് ഒരേ വഴിയുള്ളൂ, വളരെ ശ്രദ്ധയോടുകൂടി ഭാഗവതം പഠിക്കുക, വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് നിരന്തരം ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചെങ്കിലും ആത്മീയം മുന്നേറിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ലീലകൾ, 10ാം സ്കന്ധത്തിൽ കൃഷ്ണ ലീലകള് കുറെയെങ്കിലും നമുക്ക് മനസ്സിലാക്കുന്നത്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്.